ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ റെസിപ്പി. ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ആണെങ്കിലും ചോറിന്റെ കൂടെ ആണെങ്കിലും ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് മുട്ട കൊണ്ടുള്ള ഈ സൂപ്പർ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 10 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ബ്രോയിലർ മുട്ട 10 എണ്ണം, നാടൻ മുട്ടയുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ആദ്യം നമുക്ക് മുട്ട ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തീ കത്തിക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഇതിപ്പോ ചട്ടി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ മുട്ട പെട്ടെന്ന് വെന്ത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റുന്നത്. അപ്പോൾ മുട്ടയെല്ലാം പൊട്ടിച്ചിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇതൊന്ന് വിതറി കൊടുക്കാം. ഇനി തീ ലോയിനും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റിയിട്ട് ചെറുതായി ഇളക്കി കൊടുക്കാം. മുട്ട നമ്മൾ ഇളക്കും തോറും വെന്ത് കട്ടിയായിക്കൊണ്ടിരിക്കും. ഒരു 3 മിനിറ്റ് കൊണ്ട് മുട്ട നല്ലപോലെ ഡ്രൈ ആയി വരും. അപ്പോഴെല്ലാം തീ മീഡിയത്തിനും ലോയ്ക്കും ഇടയിൽ തന്നെ ആയിരിക്കണം. തീ കൂടിപ്പോയാലും മുട്ട നമുക്ക് പരുവത്തിന് കിണ്ടിയെടുക്കാൻ പറ്റില്ല. കണ്ടോ, ഡ്രൈ ആയി തുടങ്ങി. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ മുട്ട പാത്രത്തിനടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ 3 മിനിറ്റായി. കണ്ടോ, മുട്ട നല്ലപോലെ ഡ്രൈ ആയി വരാൻ തുടങ്ങി. ഇതില് ഈ വലിയ കഷ്ണങ്ങളായി കിടക്കുന്നത് നമ്മൾ മുട്ട കിണ്ടാൻ ഉപയോഗിക്കുന്ന തവിയോ ചട്ടുകമോ വെച്ച് കുത്തി ചെറുതാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ പൊടി കഷ്ണങ്ങളാണ് നമുക്ക് വേണ്ടത്. വലിയ കഷ്ണങ്ങളുള്ളത് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി, കട്ടായി ചെറുതായി വരും. അപ്പോൾ മുട്ട കിണ്ടി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് തട്ടി മാറ്റി വെക്കാം. കണ്ടോ, ഇത് വലിയ കഷ്ണങ്ങളൊക്കെ മാറി ചെറിയ കഷ്ണങ്ങളായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ കത്തിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചു. ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ്. എന്നാൽ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അപ്പോൾ കടു തിളച്ച് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 ഇതൾ വെളുത്തുള്ളി നല്ല ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് ചുവന്നു വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ സവാളയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. സവാള ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. സവാളയുടെ കളർ ഒന്ന് മാറി വരും. സവാളയുടെ കളർ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. 2 മിനിറ്റായി. ഇനി നമുക്ക് മീഡിയം സൈസിലെ 2 തക്കാളി ചെറുതായി മുറിച്ചത് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ 2 മിനിറ്റായി. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതില് പൊടികൾ നമ്മൾ അധികം ചേർക്കണ്ട, വളരെ കുറച്ചു മാത്രം മതി. എന്നിരുന്നാലേ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പൊടികൾ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ ഇത് ഇളക്കിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല, നല്ല ഡ്രൈ ആയിട്ട് ഇളക്കിയെടുക്കണം. അത് മാത്രവുമല്ല, പൊടികൾ നമ്മൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോ 10 മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഞാൻ പറഞ്ഞത്. ഇതില് സവാളയൊന്നും ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ കഷ്ണങ്ങളായി തന്നെ ഉണ്ടാവണം. അപ്പോൾ മസാല ചേർത്തതിന് ശേഷം 2 മിനിറ്റ് കൂടി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് ഇളക്കി കൊടുക്കാം. മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം കേട്ടോ.
ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ പാത്രത്തിന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഇല്ല കേട്ടോ, തീ ഓഫാണ്. ഇനി നമുക്കിത് ചെറുതായി ഇളക്കി ഈ മസാല കൂട്ടുമായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇളക്കി മസാല കൂട്ടുമായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മുട്ട കൊണ്ടുള്ള റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിനെ. ഇത് നമുക്ക് ചായയുടെ കൂടെയോ ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.